ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശിഷ്യന്മാർ ഈശോയോട് പറയുകയാണ്, ഈശോ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈശോ അവരോട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുക. തുടർന്ന് ഒരു പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ അവരോട് ഒരു ഉപമ പറയുകയാണ്. നിങ്ങളിൽ ഒരുവന് ഒരു സുഹൃത്ത് ഉണ്ടെന്നിരിക്കട്ടെ. അവൻ തൻ്റെ സുഹൃത്തിനോട് ചെന്ന് പറയുന്നു, അർദ്ധരാത്രിയിൽ ഒരു വിരുന്നുകാരൻ എനിക്കുണ്ട്. യാത്രാമധ്യയിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ ഭവനത്തിൽ വന്നതാണ്. അവന് വിളമ്പുവാൻ എൻ്റെ അപ്പമൊന്നുമില്ല. അതുകൊണ്ട് 3 അപ്പം നീ എനിക്ക് കടം തരണം. അവൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ വാതിലടച്ചു, ഞാൻ കിടക്കയിലാണ്, എൻ്റെ കുട്ടികളും എന്നോടൊത്ത് കിടക്കയിലാണ്, അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് വരുവാൻ സാധിക്കുകയില്ല. അവൻ്റെ നിർലജ്ജമായ ചോദ്യം അവനിൽ നിന്ന് വീണ്ടും ഉണ്ടായപ്പോൾ അവൻ്റെ സുഹൃത്ത് എഴുന്നേറ്റ് വന്ന് അവനാവശ്യമുള്ള എല്ലാം കൊടുക്കുകയാണ്. തുടർന്ന് ഈശോ പറയാണ്, നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകും. നിങ്ങൾ അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നൽകുന്നു. അവിടെ നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറന്നു കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങൾക്ക് തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നിർലജ്ജമായ ചോദ്യത്തിന് പിന്നിൽ അവന് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ചോദിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുക. നിർലജ്ജമായ ചോദ്യത്തിന് പിന്നിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആ ഭൃത്യം നൽകിയതുപോലെ നീ ചോദിക്കുവിൻ, നിനക്ക് നൽകപ്പെടും. നീ അന്വേഷിക്കുക, ദൈവത്തെയും ദൈവരാജ്യത്തെയും നീ അന്വേഷിക്കണം. നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തരും. പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. അതിന് ഉപോത്ബലകമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്.
തളർന്നവന് അവിടുന്ന് ശക്തി നൽകുന്നു. തളർന്നവന് അവിടുന്ന് ശക്തി നൽകുന്നു. യുവാക്കൾ ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം. ഓജസ്സറ്റവന് ആണ് പറയുക. ഓജസ്സറ്റവന് അവിടുന്ന് ബലപ്പെടുത്തി അവൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നു. ഓജസ്സറ്റവന് അവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. യുവാക്കൾ ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ഇടറി വീണേക്കാം. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവൻ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, കർത്താവിനെ കാത്തിരിക്കുന്നവന് അവിടുത്തെ ശക്തി വീണ്ടും പുനഃസ്ഥാപിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ശക്തി അവന് വീണ്ടും കൊടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ കാത്തിരിക്കുന്നവർക്കാണ് അവിടുത്തെ ശക്തി പുനഃസ്ഥാപിച്ച് കൊടുക്കുക. ഒരു കഥയും കൂടി, ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. കഴുകന്മാർ ചിറകടിച്ച് ഉയരും. അവർ തൻ്റെ ചിറകിൻ്റെ ശക്തിയാലാണ് അവർ ഉയരുന്നത്. യുവാക്കൾ ഓടുമ്പോൾ ക്ഷീണിക്കുകയും നടക്കുമ്പോൾ തളരുകയും ചെയ്തേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവന് അവിടുന്ന് ശക്തി പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നു. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചു വീഴും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയോ ഇല്ല. കഴുകനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്, കഴുകൻ ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. അതിൻ്റെ യാത്രയിൽ അതിന് മുമ്പിൽ വരുന്ന വൃക്ഷങ്ങളോ കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അവയേക്കാൾ ഉയരത്തിൽ പറന്ന് തൻ്റെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ധാരാളം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം നമ്മൾക്കുണ്ടാകാം. അവിടെ മുകളിലൂടെ പറന്നു പോകുവാൻ, സഞ്ചരിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരമൊരുക്കും. മറ്റൊന്ന്, കഴുകിനെ സംബന്ധിച്ച് തൻ്റെ ശരീരത്തിൽ മേധസ് വർദ്ധിക്കുമ്പോൾ അത് ഉയർന്ന ഒരു പാറയുടെ മുകളിൽ പോയിരുന്ന് തൻ്റെ തൂവലുകൾ എല്ലാം കുത്തിപ്പറിക്കും. സൂര്യൻ്റെ താപമേറ്റ് തൻ്റെ ശരീരത്തിലെ മേധസ് മുഴുവൻ ഉരുകി തീരുമ്പോൾ അതിന് ഭാരം കുറയും. വീണ്ടും അതിൻ്റെ ചിറക് മുളച്ചു വരും. അങ്ങനെ വീണ്ടും കഴുകൻ ഉയരങ്ങളിലേക്ക് പറന്നു ഉയരും. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിനെ കാത്തിരിക്കുകയും തൻ്റെ കുറവുകൾ കണ്ടെത്തി അവ നീക്കം ചെയ്ത് ദൈവ തേജസ്സിനാൽ ജ്വലിച്ച് വീണ്ടും ശക്തിയോടുകൂടി ഉയരങ്ങളിലേക്ക് പറക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പറയുക. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് ഇത് സാധിക്കുന്നത്. ഒരു ക്രിസ്തീയ വ്യക്തിയുടെ ആത്മീയതയിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന കൃപകളും ദാനങ്ങളും അവൻ സ്വായത്തമാക്കുന്നത് പ്രഭാതത്തിൽ തുടങ്ങുന്ന പ്രാർത്ഥനയിലൂടെ അവൻ മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം.
പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിലുള്ള ആത്മീയ ചൈതന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്തിന് അനുസൃതമായ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കും. പ്രാർത്ഥന അധരവ്യായാമമായി മാറരുത്. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന ചിന്ത ഉണ്ടാവണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള സംസാരമാണ്. ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം. പലരും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാറുണ്ട്. മറ്റു പലതിനും സമയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ചിലവരെ നമ്മൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഒട്ടും സമയമില്ല. ആ സമയമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അവരകന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കാൻ സാധിക്കും. കാരണം എല്ലാ പ്രവൃത്തികളും ദൈവേഷ്ടമായി കരുതുക. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് ഈ ജോലികളെല്ലാം. അത് കൃത്യമായി ചെയ്തു തീർക്കുവാനുള്ള കരുത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം, ത്രിയേക ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.